എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL അതിൻ്റെ കൊട്ടിക്കലാശത്തിലേക്ക് അടുത്തോണ്ടിരിക്കുന്നു. പ്ലേ ഓഫുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി സൺറൈസേഴ്സ് ഹൈദരാബാദ് ടൂർണമെൻറ്റിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ ഓഫിൽ പുറത്തായി. സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനോട് തോറ്റിട്ട് പുറത്തായി. എൻ്റെ പൊന്ന വൈഭവ് ചെന്നൈയെ കൊണ്ട് തോറ്റു. 15 വയസ്സുള്ളെന്ന് പറഞ്ഞിട്ട് കല്ലങ്ങ അടിക്കണ അടി 29 പോകുന്ന 97 റൺസ് എടുത്തത്. അതിൽ 76 റൺസ് കണ്ട് 6 അടിച്ച് മാത്രം എടുത്തത്. ആ കൂടി 5 റൺസ് കണ്ട് ആള് അധ്വാനിച്ച് ഓടി എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ 6 4 അടിച്ചില്ല. അതിൽ 76 റൺസോളം 6 അടിച്ചില്ല. പോട്ടെ, അതല്ല. അപ്പോൾ പ്ലേ ഓഫിൽ കിടന്ന 4 ടീമുകൾ നോക്കാം. ഒന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ, അവരിപ്പോൾ ഫൈനലിൽ കയറിയിട്ടുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസ്, മൂന്നാമത്തെ ടീം രാജസ്ഥാൻ റോയൽസ്, നാലാമത്തെ ടീം ഓൾറെഡി സൺറൈസേഴ്സ് പുറത്തായി. ഈ 4 ടീമും ഈ 18 വർഷം നടന്ന, ഇത് 18 വർഷം നടന്ന IPL ഒരൊറ്റ കപ്പ് എടുത്തിട്ടുള്ളൂ. 18ാമത്തെ വർഷമാണ് RCB, വിരാട് കോഹ്ലിയുടെ RCB പട്ടീദാറിൻ്റെ നേതൃത്വത്തിൽ കപ്പെടുത്തത്. രാജസ്ഥാൻ റോയൽസ് അന്ന് ഒന്നാമത്തെ ഷെയ്ൻ വോൺ ഫസ്റ്റ് IPL എടുത്തതാണ്. 2016 സൺറൈസേഴ്സ് വാർണറുടെ കീഴിൽ കപ്പെടുക്കുന്നത്. പാറ്റ് കമ്മിൻസിൻ്റെ കീഴിൽ പിന്നെ ഒരു ഓസ്ട്രേലിയ കളിക്കാരൻ കപ്പെടുക്കുമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. ഈ ചെന്നൈ ആയിട്ട് കളിയിൽ ചെന്നൈനെ തോപ്പിച്ചപ്പോൾ വിസിലടിച്ച ടീംസൊക്കെ ഇപ്പോൾ ഏതാണ്ട് തീരുമാനമായിട്ട് അവർ വീട്ടിലിരിപ്പുണ്ട്. കാവ്യമാരനും പിന്നെ ഇഷാൻ കിഷാനും ഒക്കെ. അപ്പോൾ അതിന് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ പാറ്റ് കമ്മിൻസിൻ്റെ കീഴിൽ അടുത്ത ഓസ്ട്രേലിയ കളിക്കാരൻ IPL കപ്പ് എടുക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. വാർണറുടെ കീഴിൽ 2016 സൺറൈസേഴ്സ് കപ്പ് എടുത്തത്. പിന്നെ ഒരു ടീം ഗുജറാത്ത് ടൈറ്റൻസ്, ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ ആദ്യമായി ഫസ്റ്റ് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസി അവിടെ ഏറ്റെടുത്തപ്പോൾ കപ്പ് എടുത്തത് 2022 അതിൻ്റെ ഓർമ്മ. ഈ 4 ടീം ആദ്യത്തെ പ്രാവശ്യമാണ് കപ്പ് എടുക്കുന്നത്. അപ്പോൾ ഈ 4 ടീമിൽ ആദ്യം ജയിച്ചാലും ആ ചരിത്രമാണ് രണ്ടാമത്തെ കപ്പ് എന്നുള്ള ലെവൽ. അത് ആർക്കായിരിക്കും. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി സൺറൈസേഴ്സ് പുറത്തായി. രാജസ്ഥാൻ റോയൽസ് ഉണ്ട്, പിന്നെ ഗുജറാത്ത് ഉണ്ട്, അത് പിന്നെ കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായ RCB ഉണ്ട്. RCB ഓൾറെഡി ഫൈനലിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ മത്സരമുണ്ട്, ഗുജറാത്ത് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. അതിൽ ജയിക്കുന്നവർ RCB ആയിട്ട് ഫൈനലിൽ ഏറ്റുമുട്ടും. ആരായിരിക്കും തങ്ങളുടെ രണ്ടാമത്തെ കിരീടം ഉയർത്താൻ പോകുന്നത്? അതോ RCB സർവാധികാരത്തോടെ തന്നെ തുടർച്ചയായ രണ്ടാമത്തെ IPL കിരീടം നേടുമോ? കണ്ടറിഞ്ഞു കാണാം.